എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രിസ്ത്യാനികൾ നക്കിക്കൊല്ലുന്ന മതം മാറ്റക്കാർ. ഹിന്ദുക്കൾ ഒത്തൊരുമിച്ചാൽ, ഹിന്ദുക്കൾ ഒരുമിച്ച് ഐക്യത നിന്ന് കഴിഞ്ഞാൽ ഇവരെ ഒതുക്കാം, ഇവരെ അവസാനിപ്പിക്കാം. സർപ്പവിഷമായ നാവിൻ തുമ്പിൽ സർപ്പവിഷവുമായി ജീവിക്കുന്ന ശശികല ടീച്ചർ, എൻ്റെ പ്രിയ ടീച്ചറെ, ക്രൈസ്തവർ വന്നതുകൊണ്ടാണ് മൈക്കിന് മുമ്പിൽ നിന്ന് ആർജവത്തോടെ സംസാരിക്കുവാനുള്ള ധൈര്യം കിട്ടിയത്. ഈ ഉടുത്തിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ക്രൈസ്തവർ ഈ ഇന്ത്യ മഹാരാജ്യത്ത് കാലുകുത്തിയത് കൊണ്ടാണ് ഈ വസ്ത്രം ധരിക്കുവാൻ ഭാഗ്യം കിട്ടി. അല്ലെങ്കിൽ ഇന്ന് ഓലയും ഇലയും മറച്ച് ഈ സഹോദരി ടീച്ചറിങ്ങിൽ നടന്നേന്. എവിടെ മതം മാറ്റുന്നു പറയുന്നത്? ആരെ മതം മാറ്റുന്നു? ഈ ഹിന്ദുക്കൾ മതം മാറ്റുന്ന പോലെയാണ് ക്രൈസ്തവ മതം മാറ്റുന്നത്. ഞങ്ങൾ ലഘുലേഖ കൊടുത്ത മതം മാറ്റലാണോ? ബൈബിൾ കൊടുത്ത മതം മാറ്റലാണോ? ഇവിടെ മാത്രം കൊടുക്കും പൊള്ളലെന്താ? നിങ്ങളുടെ സന്യാസിമാരും തുണിയെടുക്കാത്തവന്മാരൊക്കെയും വിദേശ രാജ്യങ്ങളിൽ സായിപ്പന്മാർക്ക് നിങ്ങളുടെ രാമായണം കൊടുക്കുന്നുണ്ട്, മഹാഭാരതം കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ക്രൈസ്തവൻ നിങ്ങൾ മഹാഭാരതം കൊടുക്കുന്നത് കൊണ്ടും നിങ്ങളുടെ രാമായണം കൊടുക്കുന്നത് കൊണ്ടും ഹൈന്ദവ ലഘുലേഖകൾ കൊടുക്കുന്നതിനെതിരെയും ഏതെങ്കിലും ക്രൈസ്തവനോ പാസ്റ്റർമാരോ ശുശ്രൂഷകന്മാരോ നിങ്ങൾക്കത് പറഞ്ഞിട്ടുണ്ടോ? കൊടുക്കടോ, നിങ്ങൾ കൊടുക്കുന്ന പുസ്തകം വായിച്ച് അവർ നിങ്ങളിൽ വരുന്നുവെങ്കിൽ നിങ്ങൾ വരട്ടെ, ഞങ്ങൾ എതിർക്കുന്നില്ലല്ലോ. ഞങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് പേടിയില്ല. നിങ്ങൾ ഹൈന്ദവൻ മതത്തിൻ്റെ പുസ്തകങ്ങൾ കൊടുത്താൽ ഞങ്ങൾ പേടിയില്ല. ഇപ്പം നമ്മുടെ ബൈബിൾ കൊടുക്കുമ്പോൾ നിങ്ങൾ പേടിയാണ്. ക്രൈസ്തവൻ പ്രസംഗിച്ച പേടിയാണ്, ക്രൈസ്തവൻ പന്തക്കോസുകാരൻ പ്രാർത്ഥിച്ച പേടിയാണ്, പന്തക്കോസ് വഴിവെക്കിൽ നിന്ന് പ്രസംഗിച്ചാൽ നിങ്ങൾ ഭയമാണ്, ലഘുലേഖ കൊടുത്താൽ നിങ്ങൾ ഭയമാണ്. നമുക്ക് നിങ്ങൾ എന്ത് കൊടുത്താലും ഭയമൊന്നുമില്ല. കാര്യം അത് മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ നിങ്ങൾ രാമായണം കൊടുത്തോട്ടോ മഹാഭാരതം കൊടുത്തോട്ടോ നിങ്ങളുടെ ലഘുലേഖ കൊടുത്തോട്ടോ ഒരുവൻ്റെ ജീവിതത്തിനകത്ത് മാറ്റം ഉണ്ടാകാൻ ചരിത്രം പറയാൻ പറ്റുമോ? ഒരുത്തന് സാക്ഷ്യം പറയാൻ പറ്റുമോ? ഞങ്ങൾ പറയാം, 1000 സാക്ഷ്യം പറയാം. ഞങ്ങൾ ട്രാക്ട് കൊടുത്തും ബൈബിൾ കൊടുത്തും വഴിവെക്കൽ പ്രസംഗിച്ചും സ്റ്റേജ് കെട്ടി പ്രസംഗിച്ചപ്പോഴും മനുഷ്യന് രൂപാന്തരം ഉണ്ടാക്കിയ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. ആത്മഹത്യ ചെയ്യുവാൻ കാത്തിരുന്നവൻ തിരിച്ചു വന്നിട്ടുണ്ട്. ജീവിതം നഷ്ടപ്പെട്ടു പോയവൻ സന്തോഷത്തോടെ മടങ്ങി വന്നിട്ടുണ്ട്. കുടുംബങ്ങൾ തകർന്നു പോയവർ പണിയപ്പെട്ടിട്ടുണ്ട്. പാപത്താൽ അകപ്പെട്ട് കിടന്നവൻ വിശുദ്ധരായി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവനുണ്ട്. അതാണ് ബൈബിൾ പുസ്തകത്തിലെ പാസ്റ്റർമാരുടെയും സുവിശേഷന്മാരുടെയും ലഘുലേഖകളുടെയും പ്രത്യേകത. അപ്പോൾ ഞങ്ങൾക്ക് ഭയം, നിങ്ങൾക്ക് ഭയം, ഞങ്ങൾ പ്രസംഗിച്ച ഭയമല്ലേ? ബൈബിൾ നിങ്ങൾ പേടിയല്ലേ? ബൈബിൾ ഞങ്ങൾ ഏതെങ്കിലും നിങ്ങൾ രാമായണമോ മഹാഭാരതമോ ഏതെങ്കിലും പുസ്തകം കൊടുക്കുമ്പോൾ ഞങ്ങൾ ചുട്ടരിച്ചിട്ടുണ്ടോ? തട്ടിപ്പറിച്ചിട്ടുണ്ടോ? ഇവിടെ ഞങ്ങൾ ക്രിസ്ത്യൻ രാജ്യങ്ങളിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഏതെങ്കിലും ക്രൈസ്തവൻ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടോ? അന്തസ്സോടാറ ഒരു ക്രൈസ്തവനും നിങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഞങ്ങൾ ബൈബിൾ കൊടുത്താൽ നിങ്ങൾ തട്ടിപ്പറിക്കും, നിങ്ങൾ ചവിട്ടും, നിങ്ങൾ തീയിടും, നിങ്ങൾ പിന്നെ ചാണകമാരി ഒഴിക്കും, വസ്ത്രാങ്ങി തീർക്കും, പരസ്യമായി അടിക്കും, ചവിട്ടും, വലിച്ചു കയറും. കണ്ടോ? അടാ, നമ്മുടെ ക്രൈസ്തവർക്കെതിരെ രാജ്യങ്ങളിൽ പോയി നിങ്ങളുടെ പുസ്തകം കൊടുത്തിട്ട് നിങ്ങൾക്കൊരു പീഡനമോ നിങ്ങൾക്കൊരു അക്രമമോ നിങ്ങൾക്കൊരു ഉപദ്രവമോ ആയിട്ട് ചരിത്രമുണ്ടോ? ഉണ്ടാകില്ല. കാര്യം ആ പുസ്തകത്തിന് അതിൻ്റെ വിലയുള്ളൂ. പക്ഷേ ബൈബിൾ അങ്ങനെയല്ല. മതം മാറ്റുന്നതല്ല, ജീവിതത്തിൽ മനം മാറ്റുന്ന പുസ്തകമാണ് ബൈബിൾ. ലോകത്ത് ഇതുപോലെ സംസാര വിഷയമുള്ള ഒരു പുസ്തകം ഉണ്ടായിട്ടുണ്ടോ? ലോകത്തെ ചർച്ചാ വിഷയമായ ഇത്രത്തോളം വിലയേറിയ ചർച്ച ഉണ്ടാക്കിയ ഒരു പുസ്തകം ഈ ലോകത്തുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ലോകത്തിൽ ആക്രമിക്കപ്പെട്ട ഇതുപോലെ പുസ്തകം ലോകത്തുണ്ടായിട്ടുണ്ടോ? ലോകത്ത് ഇതുപോലെ ചുട്ടരിക്കപ്പെട്ട, തകർക്കപ്പെട്ട, വലിച്ചുറക്കപ്പെട്ട ഒരു പുസ്തകം ലോകത്തുണ്ടായിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ പുസ്തകം ഉണ്ട് എങ്കിൽ ബൈബിളാണ്. ലോകത്തിൽ ഇതുപോലെ ആക്രമിക്കപ്പെട്ട ഒരു സമൂഹം, ക്രൈസ്തവ സമൂഹം, പാസ്റ്റർമാർ, കന്യാസ്ത്രീകൾ, സുവിശേഷ പുരോഹിതന്മാർ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ പുരോഹിതന്മാർ ഇവർക്ക് മാത്രം ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും സന്യാസ്ത്രീ അല്ലല്ലോ, നിങ്ങൾക്ക് ഏതെങ്കിലും പിന്നെ തുണിയെടുക്കാത്ത സ്വാമിമാർക്കോ സാന്ധാധന കളവന്മാർക്കോ ഏതെങ്കിലും പിന്നെ നിങ്ങളെപ്പോലെയുള്ള വിഷം ചീറ്റുന്ന സ്ത്രീകൾക്കോ നിങ്ങൾക്ക് ഏതെങ്കിലും ക്രൈസ്തവൻ്റെ രാജ്യത്ത് നിന്നുകൊണ്ട് അപമാനമോ അക്രമമോ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാകില്ല. കാര്യം സത്യത്തിനെതിരെ എന്നും പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾ സത്യമല്ല നിങ്ങൾ പ്രഘോഷിപ്പിക്കുന്നത്, നിങ്ങൾ വാസ്തവമല്ല, വ്യാജമാണ്. അതുകൊണ്ട് അതിൽ ജീവനില്ല. പക്ഷേ ജീവനുള്ളത് കൊണ്ട് ഞങ്ങൾ കൊടുക്കുന്ന ബൈബിളിനെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. പിന്നെ ശശികല ടീച്ചർ ഇന്ന് ആർജവത്തോടെ ഈ സമൂഹത്തിൽ പ്രസംഗിക്കാൻ വാഹനയാത്ര ചെയ്യുന്നു. എൻ്റെ പൊന്നു സഹോദരി, ഇവിടെ ക്രൈസ്തവൻ വീടും നാടും കൂടും വിട്ട് പണം ഒക്കെ വിറ്റിട്ട് ഈ ഇന്ത്യ രാജ്യത്ത് വന്ന് കാലുകുത്തിയത് കൊണ്ടാണ് ഇന്ന് അല്പമെങ്കിലും ബബ്ബ എന്ന് പറയുവാനും ഇംഗ്ലീഷിൽ ABCD എന്ന് പറയുവാനും ഒക്കെയും ആർജവമുണ്ടായത്. നിങ്ങളുടെ മത നേതാക്കന്മാരുണ്ടല്ലോ, മേലത്തിട്ടിരിക്കുന്ന ഒത്തിരി ഉന്നത BJP RSS നേതാക്കന്മാർ, ഇവരൊക്കെ പഠിച്ച ഏത് സ്കൂളിൽ നിന്നറിയാമോ? പള്ളിക്കൂടങ്ങളിലാണ്.
എന്ന് പറഞ്ഞാൽ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങളിൽ കാലുകുത്തിയ പഠിച്ച് വിജയിച്ചവരാണ് ഇന്ന് മുകളിലിരുന്നു കൊണ്ട് അത് നേതൃത്വം കൊടുത്ത പിൻഗാമികളെ കൊല്ലുവാനും ചുട്ടരിക്കുവാൻ, തകർക്കുവാനും, ആക്കുവാനും കൊടുക്കുന്നത്. അന്ന് അന്ധതയിൽ ഇരുട്ടിൽ പാപത്തിൽ കിടന്ന ഈ രാജ്യം, ഏത് ഇന്ത്യ മഹാരാജ്യം, ചരിത്രം പഠിക്കണം കേട്ടോ ശൈലജ ടീച്ചറെ. ഇവിടെ ഭർത്താവ് മരിച്ചാൽ ഭാര്യ കൂടെ ചാകണം എന്ന് എഴുതി വെച്ച തത്വങ്ങൾ മാറ്റമുണ്ടാക്കി ബൈബിൾ. എന്താണെന്നറിയാവോ? കാര്യം ഭാര്യയ്ക്ക് ഭർത്താവ് മരിച്ചാൽ പിന്നെ ഭാര്യയ്ക്ക് ജീവിക്കാൻ അവകാശമില്ല. ആ തീ നിർബന്ധിച്ചിട്ട് ചുട്ടുകൊല്ലും. അതിനൊക്കെ മാറ്റം വരുത്തിയില്ലേ എൻ്റെ ശൈലജ ടീച്ചറെ? നിങ്ങളുടെ ബന്ധുക്കൾ, സഹോദരിമാർ ബന്ധുക്കൾ പ്രിയപ്പെട്ട മരിച്ചപ്പോൾ അടുത്തുള്ളവർ ജീവിക്കുന്നില്ലേ? അന്നങ്ങനെയല്ല, അവരെ ആ തീച്ചുളയകത്ത് തള്ളിയിട്ട് കൊന്നുകളയും. അതിനൊക്കെ മാറ്റം വരുത്തിയില്ലേ ശൈലജ ടീച്ചറെ? ക്രൈസ്തവൻ്റെ മൂല്യങ്ങളും ക്രൈസ്തവൻ്റെ ആർജവങ്ങളും ക്രൈസ്തവൻ്റെ പുസ്തകങ്ങളും ക്രൈസ്തവൻ്റെ പ്രസംഗങ്ങളൊക്കെയും എന്നിട്ട് അതൊക്കെ മറന്നു വന്നിട്ടിരുന്നു കൊണ്ട് പറയുക, ഇനി പെന്തക്കോസുകാർ, ക്രൈസ്തവർ മതം മാറ്റിക്കൊല്ലുന്ന മതം മാറ്റക്കാരാണ്. അതുകൊണ്ട് ക്രൈസ്തവർ ഒരുമിച്ച് ഒന്ന് പോന്നേക്ക്. എങ്ങനെ പോണേ? ഞങ്ങൾ പ്രതികരിക്കത്തില്ല. നിങ്ങളിനിപ്പോൾ ഹൈന്ദവരും കൂട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടിയിരുന്നുകൊണ്ട് ഞങ്ങളെ കൊല്ലാനും പിടിക്കാനൊക്കെ ഇടുന്നേറ്റ് ഞങ്ങൾ പ്രതികരിക്കാറൊന്നുമില്ല. പക്ഷെ നമുക്ക് പ്രതികരിക്കാൻ ദൈവമുണ്ട്. അവൻ പ്രതികരിച്ച് ചരിത്രമുണ്ട് ശൈലജ ടീച്ചറെ. അതുകൊണ്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അനുയായികളോട് പറയുക, ഇത് പ്രാർത്ഥിക്കുന്ന കൂട്ടമാണ്, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന കൂട്ടമാണ്. അതുകൊണ്ട് ആലോചിച്ചിറങ്ങിത്തിരിച്ചില്ല എങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. ഞങ്ങൾ പ്രതികരിക്കാറില്ല, ഞങ്ങൾ മുട്ടുമടക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സഭയ്ക്കെതിരെ, ഞങ്ങളുടെ കത്തദാസന്മാർക്കെതിരെ, നമ്മുടെ ദൈവദാസന്മാർക്കെതിരെ നിങ്ങൾ കുമ്പ് കോർക്കുമ്പോൾ ഞങ്ങൾ വാളെടുക്കില്ല, ഞങ്ങൾ വാക്കുകൾ യുദ്ധം ചെയ്യും. പക്ഷെ ഞങ്ങൾ മുട്ടുമടക്കും. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കരമുണ്ട്. ഒരു നമ്മുടെ കരത്തെ തടയാൻ പറ്റും, ഞങ്ങളുടെ പ്രവൃത്തികളെ നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. പക്ഷേ ഒരിക്കലും തടയാൻ കഴിയാതെ ശക്തി ഉയരത്തിലുണ്ട്. ആ ദൈവം നിങ്ങൾക്കൊരു പ്രവർത്തിക്കും. ശൈലജ ടീച്ചറെ, കൂടുതൽ ദൈവമക്കൾ കളിക്കാൻ നിൽക്കരുത്. ദൈവത്തിൻ്റെ കോപം വന്ന് വീഴും. ഗോഡ് ബ്ലസ് യു.